ഹലോ ഗായ്സ്, ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ ഒരാഴ്ച ഞാൻ വീട്ടിലായിരുന്നേ. അങ്ങനെ 2 ദിവസം മുന്നേ ഞാനും അമ്മയും കൂടെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങി. നനച്ച മൂടാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. പക്ഷെ 2-3 കടയിൽ കയറിയെങ്കിലും ഞങ്ങൾക്ക് നല്ല തുണിയൊന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ വിചാരിച്ചു രാമചന്ദ്രയിൽ കയറി നോക്കാമെന്ന്. പനച്ചമൂട് രാമചന്ദ്രയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ കയറുമ്പോൾ ആദ്യം തന്നെ കണ്ടത് ലേഡീസിനുള്ള കളക്ഷൻസ് ആയിരുന്നു. ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നേ. ഇതിപ്പോൾ എനിക്കോ അമ്മയ്ക്കോ അല്ല കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വന്നത്. മുന്നോട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആർക്കായി ഡ്രസ്സ് എടുക്കുന്നതെന്ന്. അങ്ങനെ അവിടെ ഇരുന്നൊരു സാരി അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ വില ചോദിച്ചപ്പോഴോ 4000 രൂപ. പിന്നെ അതതുപോലെ വെച്ചിട്ട് ഞങ്ങൾ ഒന്നും അറിഞ്ഞുവിടാത്തതുപോലെ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിപ്പോയി. ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ കിഡ്സിനുള്ള ഡ്രസ്സസ് എല്ലാം ഉണ്ടായിരുന്നേ. കുഞ്ഞു കുട്ടികൾ മുതൽ ഒരു 15-16 വയസ്സൊക്കെ വരെയുള്ള കുട്ടികൾക്ക് ഇടാവുന്ന എല്ലാ കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നേ. പിന്നെ ആ സെക്ഷൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മെറ്റീരിയൽ തുണികൾ ഒരുപാട് ഉണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം നോക്കിയതിന് ശേഷം ഞങ്ങൾ വന്ന കാര്യത്തിലോട്ട് കടന്നു. ഞങ്ങളൊരു ലെഹങ്ക എടുക്കാനാട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ ലെഹങ്കയുടെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ തന്നെ കുറേ ലെഹങ്ക എടുത്ത് കാണിച്ചതിൽ ഞങ്ങൾ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്നതിൽ ഈ കളറാട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അതും വാങ്ങി പാക്ക് ചെയ്ത് ബില്ലും അടിച്ച് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഈ വെയിലത്തും ചൂടത്തും സ്വാഭാവികമായിട്ട് നമുക്ക് വെള്ളം ദാഹിക്കുമല്ലോ. ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ വഴി കണ്ട ഒരു കടയിൽ കയറി 2 സർവത്തങ്ങ് പറഞ്ഞു. ഇതാവുമ്പോൾ വിശപ്പും ദാഹവും നമുക്ക് ഒരുപോലെ അങ്ങ് മാറി കിട്ടും. അങ്ങനെ സർവത്തും കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിവസം ഇന്നാണ് കേട്ടോ. ഇന്ന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഋതുമതി ഫംഗ്ഷൻ ആയിരുന്നേ. ഞാൻ ഒരുക്കി അവളുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇവക്കാണ് കേട്ടോ ഞങ്ങൾ ആ ലെഹങ്ക വാങ്ങിയത്. അവൾക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ സദ്യയൊക്കെ കഴിക്കുന്നത്. നിങ്ങൾ ട്രിവാൻഡ്രംകാരുടെ സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തേ. ഇതെല്ലാം എൻ്റെ അമ്മയുടെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ആദിത്യ.